നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ മഹാരാഷ്ട്ര മറ്റൊരു തെരഞ്ഞെടുപ്പിനുകൂടി വേദിയാവുകയാണ്. അതും നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വീറും വാശിയുമുള്ള MLC തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സഖ്യം കനത്ത പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. NDA പക്ഷത്തുള്ള ശിവസേനയ്ക്കും ഉദ്ധവിന്റെ ശിവസേനയ്ക്കും MLC തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരു പാർട്ടികൾക്കും കരുത്ത് തെളിയിക്കണം. BJPയും കോൺഗ്രസും നേട്ടമുണ്ടാക്കാനായി കളത്തിലിറങ്ങുമ്പോൾ NCPക്ക് ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. ജൂലൈ 12-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഭരണകക്ഷിയായ BJPക്കും ശിവസേനയ്ക്കും NCPക്കും 179 MLAമാരുണ്ട്. മറ്റ് സഖ്യകക്ഷികളുമായി ചേർന്നുള്ളത് 203. ഇതിന് വിപരീതമായി കോൺഗ്രസ്, ശിവസേന, SP എന്നിവരടങ്ങുന്ന MVAക്ക് 69 മാത്രമാണുള്ളത്. കൂടാതെ 2 AIMIM MLAമാരും ഇരുകൂട്ടർക്കും പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടില്ല. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി എല്ലാ പാർട്ടികൾക്കും തങ്ങളുടെ ആട്ടിൻകൂട്ടത്തെ ഒരുമിച്ച് നിർത്തുന്നത് നിർണായകമാകുന്ന ഈ തെരഞ്ഞെടുപ്പ് രഹസ്യ ബാലറ്റിലൂടെയാണ് നടത്തുന്നത്. 2.5 വർഷം മുമ്പ് നടന്ന MLC തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ഭരണകക്ഷിയായ മഹാവികാസ് അഘാഡി BJPക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ തകർച്ചയിലേക്കുള്ള ആദ്യ പടിയായി കണക്കാക്കപ്പെട്ടിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഒന്നാം മുൻഗണന വോട്ട് പ്രതീക്ഷിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടപ്പോൾ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന MLAമാരുടെ സംഘം BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ സഹായിച്ചു. ഷിൻഡെയും 50-ലധികം ശിവസേന MLAമാരുടെയും കലാപത്തോടെ താക്കറെ സർക്കാർ ഒടുവിൽ തകരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനുള്ള നീക്കങ്ങൾ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.